ഹായ്, ഞങ്ങളിന്ന് മേൽമരുത്തൂർ ചിത്ര പൗർണമി പൂജയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. 30-ാം തീയതി രാവിലെ 6 മണിക്കുള്ള ട്രെയിനിലാണ് പോയത്. അവിടെ എത്താൻ ഏകദേശം ഒരു 4 മണിയായി. പിന്നെ ഞങ്ങളവിടെ പോയി അമ്മനെ തൊഴുതാൻ വേണ്ടി അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ പുറത്ത് വന്നതും അവിടെ എവിടെ തിരിഞ്ഞാലും അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ കിടന്ന് രാവിലെ നേരത്തെ ഒരു 4 മണിയാകുമ്പോഴേക്കൊക്കെ എണീറ്റ് കുളിച്ച് പിന്നെ അമ്മനെ ദർശനം ചെയ്യാൻ വേണ്ടി പോയിട്ട് പിന്നെ ഞങ്ങൾ ദർശനമൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും അമ്മ വന്നു. ചെറിയ അമ്മ അടികളാറമ്മൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു. അവരിനെയൊക്കെ കണ്ട് കുങ്കുമമൊക്കെ വാങ്ങിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജിയോടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കുങ്കുമം വാങ്ങിയതിന് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ ദൈവത്തിന് നല്ലോണം ദർശനം കിട്ടി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എത്തണ പോലെ വെള്ളം അടക്കം കൊടുക്കുന്നുണ്ട്. ഒരു ബാഗ് കിട്ടി വേൽവിയിലിരുന്നവർക്കൊക്കെ. അതിൽ ജ്യൂസ്, മിച്ചർ, ലഡ്ഡു, കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ മേൽമരുത്തൂർ നല്ല ഈ ചൂടിനനുസരിച്ചുള്ള എല്ലാ ഇതും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പൊതുവഴിയിൽ ജ്യൂസൊക്കെ വെച്ചിട്ട് ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. പിന്നെ വണ്ടികളൊക്കെ മാറ്റിവിട്ട് നടക്കാനുള്ള വഴി തരുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും വേൽവിയിലിരുന്നു ചെയ്യാൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ഞങ്ങൾ ഇവിടുന്ന് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മമ്മയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുണ്ടത്തിന് 4 പേര് ഇരുന്നിട്ടാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ദൈവത്തിനെയൊക്കെ ദർശനം കിട്ടി. പിന്നെ ഞങ്ങൾ പുത്തുക്കോയിലിൽ പോയിട്ടുണ്ടായിരുന്നു. പുത്തുക്കോയിലിൽ പോയിട്ട് അവിടെ 4 മണിക്ക് 5 മണിയൊക്കെ ആകണ സമയത്താണ് അവിടെ വേൽവി തുടങ്ങിയത്. ഇവിടെ ഏകദേശം 1 മണിയാകുമ്പോഴേക്കും വേൽവിയൊക്കെ തുടങ്ങി. വേൽവിയൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയി അവിടെയും തൊഴുതിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ കലശങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം ഞങ്ങളുടെ കൂടെ വന്നവരോടൊക്കെ സംസാരിച്ചിരുന്നു. മേൽമരുത്തൂർ പോയപ്പോൾ ഒരുപാട് പേര് ഫ്രണ്ട്സായി. ഞങ്ങൾക്ക് സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് ഒറ്റയ്ക്കാണ് 3 പോയത്. ഒരാരും ഇല്ലാണ്ട്, ഒരാണുങ്ങളും ഇല്ലാണ്ട് 3 പെണ്ണുങ്ങളായിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങളെല്ലാം കൊണ്ട് നല്ല സേഫ്റ്റിയോടെ അമ്പലത്തിൽ എത്തിച്ചേർന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.